ഈ പരിപാടിയിലേക്ക് എന്നെ ക്ഷണിച്ചപ്പോൾ ആദ്യം എൻ്റെ മനസ്സിലേക്ക് ഓടി വന്നത് ഇതിന് തൊട്ട് മുമ്പത്തെ വർഷം ഇതേ പരിപാടിയിൽ എൻ്റെ പിതാവ് സംസാരിച്ചതിന് ശേഷമുണ്ടായ വിപ്ലവകരമായ ബഹളങ്ങളെ സംബന്ധിച്ചാണ്. ഈ സമ്മേളനത്തിൽ സംസാരിച്ച് ഏതാനും ദിവസങ്ങൾക്ക് കഴിഞ്ഞ് ഒരു ദിവസം രാവിലെ 5 മണിയാകുമ്പോൾ കുറേ പഴയകാലത്ത് സിനിമകളിലൊക്കെ പറഞ്ഞാൽ കുറേ ബൂട്ടിൻ്റെ ശബ്ദം എൻ്റെ വീടിന് ചുറ്റും കേട്ടു. എന്താണെന്ന് മനസ്സിലായില്ല. ബെല്ലടിച്ചു. ആരോ കുറേ പേര് വീടിൻ്റെ ചുറ്റുമുള്ളതായിട്ട് എനിക്ക് തോന്നി. ഞാൻ താഴേക്ക് ഇറങ്ങി വന്നപ്പോൾ പപ്പ കതവ് തുറന്നോടൊപ്പം തന്നെ ഞാനും എത്തി. ഞാൻ 2ാം നിലയിലാണ് കിടക്കുന്നത്. കതവ് തുറന്നപ്പോൾ വീട് വളഞ്ഞ് പോലീസാണ്. എനിക്ക് തോന്നുന്നു 100-300 പോലീസുകാരുണ്ട് വീടിൻ്റെ എല്ലാ സൈഡിലും. PC ജോർജ് ഒളിച്ചോടിയാലോ. അങ്ങനെ ഇവിടുത്തെ തിരുവനന്തപുരം സിറ്റി പോലീസ് കമ്മീഷണർ അവിടെ വന്ന് വളരെ മാന്യമായി തന്നെയാണ് വരും. അദ്ദേഹം പറഞ്ഞു, സാറിനെ അറസ്റ്റ് ചെയ്യാൻ വന്നതാണ്. എന്തിനാണ്? തിരുവനന്തപുരത്ത് ഹിന്ദു മഹാസമ്മേളനത്തിൻ്റെ ഭാഗമായി അങ്ങ് നടത്തിയ പ്രസംഗത്തിൽ ഉണ്ടായ പരാമർശത്തിൻ്റെ അടിസ്ഥാനത്തിൽ അങ്ങേക്കെതിരെ കേസെടുത്തിട്ടുണ്ട്. ആ കേസ് FIR ഇട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ അങ്ങേ അറസ്റ്റ് ചെയ്യാനുള്ള നിർദ്ദേശത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് വന്നത്. ആര് നിർദ്ദേശിച്ചു എന്നൊരു ചോദ്യം അദ്ദേഹം ചോദിച്ചു. അതിന് മാത്രം അവർ മറുപടി പറഞ്ഞില്ല. ഞങ്ങൾക്ക് നിർദ്ദേശമുണ്ട് എന്ന് മാത്രം പറഞ്ഞു. പിന്നെ കൂടുതൽ ചോദിക്കേണ്ട കാര്യമില്ലാത്തത് കൊണ്ട് എനിക്കൊന്ന് തുണി മാറാനുള്ള അവസരം തരാമോ എന്ന് ചോദിച്ചു. സാർ അപ്പോൾ അദ്ദേഹം തുണി മാറി വന്നു. എൻ്റെ കാറിൽ വന്നാൽ മതിയോ എന്ന് ചോദിച്ചു. അവർ പോലീസ് കൂടെ കയറി തിരുവനന്തപുരം വരെ വന്നു. പക്ഷേ തിരുവനന്തപുരത്തിന് വരെ അദ്ദേഹത്തെ എത്തിക്കാൻ പോലീസ് നല്ല രീതിയിൽ പാടുപെട്ടു. അന്ന് PC ജോർജിനെ 1 മണിക്കൂറിന് പോലും പോലീസിന് വിട്ടുകൊടുക്കാതെ അദ്ദേഹത്തെ ജയിൽ മോചിതനായി അല്ലെങ്കിൽ പോലീസിൻ്റെ പിടിയിൽ നിന്നും മോചിതനാക്കി കൊണ്ടുവന്ന വ്യക്തിയാണ് ഇന്നിവിടെ മുഖ്യ പ്രഭാഷകനായി ഇരിക്കുന്നത് എന്നുള്ളത് ഏറെ സന്തോഷകരമാണ്. നെടുങ്കത്തിൽ ശാസ്ത്രമംഗലം അജിത്ത് എന്ന് പറയുന്ന വലിയ മനുഷ്യൻ്റെ ഒരു കഴിവ് തന്നെയായിരുന്നു അന്ന് കോടതിയിൽ നിന്നും 1 മണിക്കൂർ പോലും അദ്ദേഹത്തെ ജയിലിലിടാതെ അന്ന് പുറത്തു കൊണ്ടുവന്നു. ഞാൻ ആ വിഷയങ്ങളിലേക്കല്ല കിടക്കുന്നത്. എനിക്കിവിടെ സംസാരിക്കുവാനുള്ളത് വഖഫ് ഭേദഗതി നിയമത്തിൻ്റെ നിയമങ്ങളെക്കുറിച്ചും അതിൻ്റെ നിയമപരമായ കാര്യങ്ങളെക്കുറിച്ചും എനിക്ക് പറയുന്നതിനേക്കാൾ കൂടുതൽ എനിക്കിതിൻ്റെ പുറകിലെ രാഷ്ട്രീയത്തെക്കുറിച്ച് സംസാരിക്കാനാണ് എനിക്ക് കൂടുതൽ ഇഷ്ടം. കാരണം നിയമപരമായ കാര്യങ്ങൾ സംസാരിക്കാൻ എന്നേക്കാൾ അധികാരനായ അജിത് സാർ ഇവിടെയുണ്ട്. സാമുദായികപരമായ കാര്യങ്ങളൊക്കെ സംസാരിക്കാൻ കെന്നഡി ചേട്ടൻ ഇവിടെയുണ്ട്. ഞാൻ ഒറ്റ വാക്കിൽ ഈ വഖഫ് ആക്ട് 1995-നെയും 2013-ലെയും ഒറ്റ വാക്കിൽ വിശേഷിപ്പിക്കാം. ഇറ്റ് ഈസ് എ ജിഹാദ് എഗനിസ്റ്റ് കോൺസ്റ്റിറ്റ്യൂഷൻ. ഒറ്റ വാക്കിൽ 2013 അമെൻമെൻറ്റിനെയും 1995 കോൺഗ്രസ് സർക്കാർ 95-ൽ ശ്രീ നരസിംഹറാവുവിൻ്റെ കാലത്തുണ്ടായ ആക്ടിനെയും 2013-ൽ മൻമോഹൻ സിംഗ് സർക്കാരിൻ്റെ കാലത്തിലുണ്ടായ അമെൻമെൻറ്റിനെയും ഇറ്റ്സ് എ ജിഹാദ് അഗൻസ്റ്റ് കോൺസ്റ്റിറ്റ്യൂഷൻ, കോൺസ്റ്റിറ്റ്യൂഷന് നേരെയുള്ളൊരു ജിഹാദായിരുന്നു അത് എന്നുള്ള കാര്യത്തിൽ ഒറ്റ വാക്കിൽ നമുക്ക് വിശ്വസിക്കാൻ കഴിയും. എന്തായിരുന്നു ഈ അമെൻമെൻറ്റിൻ്റെ ഉദ്ദേശം? നമുക്കെല്ലാവർക്കും അറിയാം. എപ്പോഴും ഭരണഘടന ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഭരണഘടന സംരക്ഷിക്കണം എന്ന് ഏറ്റവും അധികം മുറവിളി കൂട്ടുന്ന കോൺഗ്രസ്. നമുക്കറിയാം, ഈയിടെയായിട്ട് എപ്പോൾ നോക്കിയാലും രാഹുൽ ഗാന്ധിയുടെയും സഹോദരി പ്രിയങ്ക ഗാന്ധിയുടെയും കയ്യിൽ എപ്പോഴും ഇങ്ങനെ ഒരു പുസ്തകമുണ്ട്. ആ പുസ്തകം കോൺസ്റ്റിറ്റ്യൂഷനാണ്. ഈ കോൺസ്റ്റിറ്റ്യൂഷൻ എപ്പോഴെങ്കിലും അവരൊന്ന് തുറന്നു വായിച്ചിരുന്നെങ്കിൽ, ഈ കയ്യിൽ പിടിക്കുന്നതല്ലാതെ ഇത് എപ്പോഴെങ്കിലും ഒന്ന് തുറന്നു വായിച്ചിരുന്നെങ്കിൽ ഒരിക്കലും കോൺഗ്രസിനും UPA അലയൻസിനും നരേന്ദ്രമോദി സർക്കാർ കൊണ്ടുവന്ന വഖഫ് ഭേദഗതി നിയമം 2025-നെ എതിർക്കാൻ കഴിയുമായിരുന്നില്ല. അപ്പോൾ എന്തുകൊണ്ട് ഇവരിതിനെ എതിർത്തു? നമ്മൾ ചർച്ച ചെയ്യേണ്ട, എനിക്ക് തോന്നുന്നു ഈ വേദിയിൽ എനിക്ക് ചർച്ച ചെയ്യാൻ കഴിയുന്ന വിഷയം അതുതന്നെയാണ്.
ഞാൻ ഒരിക്കലും എൻ്റെ ജീവിതത്തിൽ ഇന്ന് വരെയും ഏതെങ്കിലും വേദിയിൽ ഒരു പ്രസംഗിക്കാനുള്ള നോട്ട് എഴുതിക്കൊണ്ട് പോയിട്ടില്ല. എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ട് ഞാനിന്ന് രാവിലെ ഒരു 8 മണിയായിട്ട് 1 മണിക്കൂർ ഇരുന്ന് ഞാൻ കുറച്ച് നോട്ട് എഴുതിക്കൊണ്ട് പോകുന്നു. കാരണം ഈ വേദി അത് എനിക്ക് പറയാതെ പോകാൻ കഴിയില്ലാത്തത് കൊണ്ട് തന്നെ, എനിക്ക് ഏതെങ്കിലും തരത്തിൽ ഞാനത് മിസ് ചെയ്യാൻ പാടില്ലാത്തതുകൊണ്ട് തന്നെ ഞാൻ ആ നോട്ടുകൾ എഴുതി തയ്യാറാക്കിക്കൊണ്ടാണ് വന്നത്. നമ്മുടെ രാഷ്ട്രീയത്തിലും സമൂഹത്തിലും ഇന്നതേ ചർച്ച ചെയ്യാവൂ എന്നൊരു അലിഖിത നിയമം ഇന്ത്യ മഹാരാജ്യത്തുണ്ടായിരിക്കുന്നു. അതിലേറ്റവും മുൻപന്തിയിൽ നിൽക്കുന്നത് കേരള സംസ്ഥാനമാണ്. കേരള സംസ്ഥാനം നമുക്കറിയാം, വഖഫ് ഭേദഗതി നിയമം അതിൻ്റെ ഡ്രാഫ്റ്റ് ബില്ല് പാർലമെന്റിൽ അവതരിപ്പിച്ച് ദിവസങ്ങൾക്കുള്ളിൽ തന്നെ ഒക്ടോബർ 13-ാം തീയതി കേരള നിയമസഭയിൽ ഇടത് വലത് മുന്നണികൾ സംയുക്തമായി ആ ബില്ലിനെതിരെ പ്രമേയം പാസാക്കി. 5 മിനിറ്റ് പോലും എടുത്തില്ല അവർക്ക് ആ പ്രമേയം കേരള നിയമസഭയിൽ പാസാക്കാൻ. മുനമ്പം സമരം അതിനു മുമ്പ് തുടങ്ങിയിരുന്നു. ആ മുനമ്പത്തെ വിഷയം എന്താണ് എന്ന് പോലും കേരളത്തിലെ നിയമസഭ പഠിക്കേണ്ട, അതിനെക്കുറിച്ച് ചർച്ച ചെയ്യേണ്ട നിയമസഭ ആ ആക്ടിന്റെ ഡ്രാഫ്റ്റ് എടുത്തുകൊണ്ട് ഇതിനെ ഇന്ന കാര്യങ്ങൾ തെറ്റാണെന്നും ഇന്ന കാര്യങ്ങൾ ശരിയാണെന്നും പറയാൻ തയ്യാറാകാതെ ഐക്യകണ്ഠേന ന്യൂനപക്ഷ വിരുദ്ധമായി നരേന്ദ്രമോദി സർക്കാർ കൊണ്ടുവന്ന ഈ വഖഫ് ഭേദഗതി നിയമത്തെ എതിർത്തുകൊണ്ടുള്ള പ്രമേയം കേരള നിയമസഭ പാസാക്കി. ഇവിടെ നമ്മൾ ഭയപ്പെടേണ്ടതായ രാഷ്ട്രീയ സാഹചര്യം കേരളത്തിൽ ഉണ്ട് എന്ന് പറയാതെ കടന്നു പോകാൻ കഴിയില്ല. ഈ കാലഘട്ടങ്ങളിലെല്ലാം മുനമ്പം വിഷയം വലിയ രീതിയിൽ കത്തിക്കേറിയ സമയത്ത് കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവ് ശ്രീ PD സതീശൻ അവിടെ എത്തിക്കൊണ്ട് പറഞ്ഞു, ഇത് വഖഫ് ഭൂമിയല്ല, ഇത് വഖഫ് ഭൂമിയല്ല, ഇത് സാധാരണക്കാരന് അവകാശപ്പെട്ട ഭൂമിയാണ്. പിറ്റേ ദിവസം രാവിലെ മുസ്ലിം ലീഗിന്റെ നേതാവ് ശ്രീ ET മുഹമ്മദ് ബഷീർ, അത് വഖഫ് ഭൂമിയല്ല, അത് മുനമ്പത്തെ ജനങ്ങളുടെ ഭൂമിയൊന്നുമല്ല, അത് വഖഫ് ഭൂമിയാണ്, അത് പിടിച്ചെടുത്ത് വഖഫിന്റെ പേരിൽ കൂട്ടേണ്ടതാണ് എന്ന പ്രസ്താവന നടത്തിയപ്പോ 5 മിനിറ്റ് പോലും നോക്കി നിൽക്കേണ്ടി വന്നില്ല. VD സതീശൻ ആ അഭിപ്രായം തിരുത്തി. മുനമ്പത്തെ ഒരു ഞായറാഴ്ച ആരുമില്ലാത്തൊരു സമയത്ത് അവിടെ പോയി പ്രസംഗിക്കാൻ ചെന്ന കേരള കോൺഗ്രസ് നേതാവ് ശ്രീ ഫ്രാൻസിസ് ജോർജ് അവിടെ ചെന്ന് പ്രസംഗിച്ചു. പക്ഷെ അവിടെ അവർ മൊബൈലിൽ ഈ പ്രസംഗം പിടിക്കുന്നുണ്ടായിരുന്നു, അദ്ദേഹം കണ്ടില്ല. അവിടെ പറഞ്ഞു, ഞാനിതിനെ പാർലമെന്റിൽ നിങ്ങൾക്ക് വേണ്ടി വഖഫ് ഭേദഗതി നിയമത്തിൽ നിങ്ങൾക്ക് ആവശ്യമായ കാര്യങ്ങളെ പിന്തുണച്ചുകൊണ്ട് ഞാൻ പാർലമെന്റിൽ നിലപാട് സ്വീകരിക്കുമെന്ന് പറഞ്ഞു. മുനമ്പത്ത് നിന്നും കോട്ടയം വരെ 100 കിലോമീറ്റർ, 100 കിലോമീറ്റർ യാത്ര ചെയ്യാൻ സമയമെടുത്തില്ല. കോട്ടയത്ത് വന്ന അടുത്ത സെക്കൻഡിൽ അദ്ദേഹം നിഷേധിച്ചു. എന്താ? മുസ്ലിം ലീഗ് വിരട്ടി. പാർലമെന്റിൽ ചില വ്യവസ്ഥകൾക്ക് അനുകൂലമായി ഞാൻ നിലപാട് സ്വീകരിച്ചു, ഞാൻ ആ ഒച്ചയ്ക്കിടയിൽ ഞാൻ തിരിച്ചൊരൊച്ച പുറപ്പെടുവിച്ചിരുന്നു എന്ന് പറഞ്ഞ ജോസ് കെ മാണിയും ഇപ്പം മിണ്ടുന്നില്ല. കാരണം അദ്ദേഹത്തിനും മുന്നണി തീരുമാനങ്ങൾക്ക് അപ്പുറത്തു നിന്നുകൊണ്ട് പാവപ്പെട്ടവനും സാധാരണക്കാരനുമായ ആളുകൾക്ക് വേണ്ടി നിലപാടെടുക്കാൻ അവിടെ കഴിഞ്ഞില്ല. കോൺഗ്രസിലെയും CPM-ലെയും പെടുന്ന പല നേതാക്കന്മാർക്കും വ്യക്തിപരമായി പലപ്പോഴും നിങ്ങൾ പറയുന്നത് ശരിയാണ്, ഈ നിയമം പൊളിച്ചെഴുതേണ്ടതാണ്, ഇതിൽ ഭരണഘടനാ വിരുദ്ധമായ വ്യവസ്ഥകൾ മുമ്പോട്ട് കൊണ്ടുപോകാൻ അനുവദിക്കാൻ പാടില്ല എന്ന് പറയുന്നെങ്കിലും പാർലമെന്റിൽ എത്തുമ്പോൾ ആ വിഷയം ചർച്ച ചെയ്യാൻ അവർക്ക് കഴിയുന്നില്ല. മുനമ്പം സമരം തുടങ്ങിയപ്പോൾ കോൺഗ്രസിന്റെ ഒരു പ്രമുഖനായ MP എന്നോട് ചോദിച്ചു, നീ എന്താ എറണാകുളത്ത് മത്സരിക്കാൻ പോവുകയാണോ? ഞാൻ പറഞ്ഞു, എനിക്ക് എറണാകുളത്ത് മത്സരിക്കേണ്ട കാര്യമില്ല. മാത്രമല്ല, ഞാൻ അവിടെ മത്സരിക്കേണ്ടതെന്ന് ഞാനല്ല തീരുമാനിക്കേണ്ടത്, എൻ്റെ പാർട്ടിയാണ്. പക്ഷെ ഒരു കാര്യം ഞാൻ തീർത്തു പറയാം, ഈ ബില്ല് ലോക്സഭയിൽ വരുമ്പോൾ അവിടെ എഴുന്നേറ്റ് നിന്ന് തുള്ളാൻ ഒരു കോൺഗ്രസ് MPക്കും ധൈര്യമുണ്ടാകാത്ത രാഷ്ട്രീയ സാഹചര്യം ഞങ്ങൾ സൃഷ്ടിച്ചിരിക്കും എന്ന് ഞാൻ അന്ന് പറഞ്ഞിരുന്നു. ആ രാഷ്ട്രീയം കൃത്യമായി മുനമ്പം വഖഫ് ഭേദഗതി നിയമം പാർലമെന്റ് ചർച്ച ചെയ്തപ്പോൾ വലിയ മിണ്ടാട്ടമൊന്നും ആർക്കും ഇല്ലായിരുന്നു, വളരെ മര്യാദക്കിരുന്നു. എങ്കിലും അവരവരുടെ രാഷ്ട്രീയം വ്യക്തമാക്കി, അവരുടെ കൂറെങ്ങോട്ടാണ് എന്നവർ വ്യക്തമാക്കി. നമ്മളിവിടെ തരം തിരിച്ചറിയേണ്ടത്, നമ്മൾ പ്രത്യേകിച്ച് എടുത്തു പറയേണ്ടത്, ഇവിടെ കമ്മ്യൂണിസത്തെ പോലെയും നാസിസത്തെ പോലെയും ഫാസിസത്തെ പോലെയും നമ്മളുടെ സാംസ്കാരിക നായകരും
രാഷ്ട്രീയ നേതാക്കളും ചർച്ച ചെയ്യപ്പെടേണ്ട വിഷയം തന്നെയല്ലേ ജിഹാദ്? ജിഹാദ് എന്ന വാക്കേ ഉപയോഗിക്കുന്നില്ല, പൊളിറ്റിക്കൽ ഇസ്ലാം. ലോകമെമ്പാടും രാഷ്ട്രങ്ങൾക്കും രാഷ്ട്ര നിയമങ്ങൾക്കും അപ്പുറത്ത് മതനിയമം അടിച്ചേൽപ്പിക്കുവാൻ ലോകമെമ്പാടും എല്ലാ സ്റ്റേറ്റ് എന്ന കൺസെപ്റ്റിന് വിരുദ്ധമായി ലോകം മുഴുവൻ ഒരു കുടക്കീഴിൽ ശരീഅത്ത് നിയമത്തിന് കീഴിൽ കൊണ്ടുവരണമെന്ന് പറഞ്ഞ് നടക്കുന്ന പൊളിറ്റിക്കൽ ഇസ്ലാം എന്ന ഈ കൺസെപ്റ്റിനെ വിമർശിക്കാനോ അവർക്കെതിരെ വർത്തമാനം പറയാനോ തയ്യാറാകാത്ത ഒരു ജനത, അതിൻ്റെ ഏറ്റവും വലിയ കേന്ദ്രമായി കേരളം മാറുന്നു. ഒരുപക്ഷെ അതിൻ്റെ തലസ്ഥാനമായി തന്നെ കേരളം മാറുന്നു. ഇസ്ലാം ഒരു മതമാണെങ്കിലും ആ മതത്തിലുള്ള ജനങ്ങൾക്ക് പോലും ഇത്തരത്തിലുള്ള രാജ്യവിരുദ്ധ ശക്തികൾക്കെതിരെ നിലപാട് സ്വീകരിക്കുവാൻ കഴിയാതെ പോകുന്നു. അങ്ങനെ നിലപാട് സ്വീകരിക്കുന്ന കുറച്ചാളുകൾ അവരെ സമുദായ വിരുദ്ധരായി ചിത്രീകരിക്കുന്നു. ഞാനൊരു കാര്യം മാത്രം സൂചിപ്പിക്കട്ടെ. പഹൽഗാമിൽ നടന്ന കൂട്ടക്കൊല ഇന്ന് ഇന്ത്യ ചർച്ച ചെയ്യുന്ന ഏറ്റവും വലിയ വിഷയം. എനിക്ക് ഉറപ്പുണ്ട് ആ കൊലപാതകം നടന്ന, ആ ക്രൂര കൊലപാതകം നടന്ന ആ ദിവസം ഈ രാജ്യത്തെ സ്നേഹിക്കുന്ന ഒരു പൗരനും സമാധാനമായി എന്ന് ഉറങ്ങാൻ കഴിഞ്ഞിട്ടുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. പക്ഷേ കേരളത്തിലേക്ക് വരുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കണം, അവരെ ഓരോരുത്തരെയും പേര് ചോദിച്ച് കലീമ ചൊല്ലാൻ പറഞ്ഞ് അത് ചൊല്ലാത്തവരെയാണ് അവിടെ നിഷ്ഠൂരമായി കൊല ചെയ്യപ്പെട്ടത്. ഒരു ക്രൈസ്തവനും ബാക്കിയല്ല ഹൈന്ദവ വിശ്വാസികളുമാണ്. അവിടെ മതത്തിന്റെ പേരിൽ അവർ കൊല്ലപ്പെടുമ്പോൾ ഇവിടെ നിന്നുകൊണ്ട് ഇത് ശരിയല്ല എന്ന് പറയാൻ എത്ര ഇസ്ലാമിക സംഘടനകൾ മുമ്പോട്ട് വന്നു. മതത്തിന്റെ പേരിലാണ് അവർ കൊല്ലപ്പെട്ടതെന്ന് പറയാൻ, അതിനെക്കുറിച്ച് പരാമർശിക്കാൻ പിറ്റേ ദിവസം രാവിലെ 10 മണി വരെ കേരളത്തിലെ പല ചാനലുകളിലും ഈ പരാമർശം ഞാൻ കണ്ടു. 10 മണിക്ക് ശേഷം ഒരു ചാനലും അത് പരാമർശിച്ചില്ല. എന്താ? അവിടെ കൃത്യമായ രാഷ്ട്രീയ വിലക്ക് അവർക്ക് നേരെ ഉണ്ടായി. അപ്പോ നമ്മുടെ സമൂഹവും നമ്മുടെ സാംസ്കാരിക നായകന്മാരുമൊക്കെ ഇവിടെ ഫാസിസത്തെക്കുറിച്ചും റാഡിക്കലിസത്തെക്കുറിച്ചും അതുപോലെ നാസിസത്തെക്കുറിച്ചുമൊക്കെ കൃത്യമായി ചർച്ച ചെയ്യുമ്പോൾ എന്തുകൊണ്ട് പൊളിറ്റിക്കൽ ഇസ്ലാമിന്റെ ഈ ദോഷഫലങ്ങളെക്കുറിച്ച് സംസാരിക്കുവാൻ തയ്യാറാകുന്നില്ല? ഇവിടുത്തെ ജനാധിപത്യ സംവിധാനങ്ങളെ അട്ടിമറിച്ചുകൊണ്ട് മുമ്പോട്ട് പോകാൻ പോകുന്ന ഒരു അരാഷ്ട്രീയവാദത്തെ ഇസ്ലാമിക് സ്റ്റേറ്റിന്റെ കൺസെപ്റ്റിൽ നിന്നുകൊണ്ട് പൊളിറ്റിക്കൽ ഇസ്ലാം എന്ന കൺസെപ്റ്റുമായി മുമ്പോട്ട് പോകുന്ന ഈ സംസ്കാരത്തെ എതിർക്കാൻ ഇന്ന് ഇവിടുത്തെ കോൺഗ്രസിനെയും CPM-നെയും കൂട്ടുപിടിച്ചുകൊണ്ട് ഇവിടുത്തെ ചില സംഘടനകൾ, ഞങ്ങളാണ് മുസ്ലിം സമുദായത്തിന്റെ നേതൃത്വം, ഞങ്ങൾ അതിന്റെ പിതൃത്വം ഏറ്റെടുത്തുകൊണ്ട് ചില സംഘടനകൾ രംഗത്ത് വരുമ്പോൾ ഇവിടുത്തെ മുഖ്യധാര രാഷ്ട്രീയ പാർട്ടികളായ CPM-നെയും കോൺഗ്രസിനെയും അതിനെ എതിർക്കാൻ കഴിയുന്നില്ലെന്ന് മാത്രമല്ല, ആ സമുദായത്തിന്റെ മുഴുവൻ പിതൃത്വവും ഈ റാഡിക്കൽ സംവിധാനങ്ങൾക്ക് വിട്ടുകൊടുക്കുന്ന രാഷ്ട്രീയ ക്രൂരത, അതിലുപരി പ്രീണന രാഷ്ട്രീയം നടത്തുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെയും കോൺഗ്രസിലെയും നയങ്ങളെ നമ്മൾ തിരിച്ചറിയേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു. അതിൽ കോൺഗ്രസ് നടത്തിയിട്ടുള്ള ഏറ്റവും വലിയ പ്രീണനമാണ് 1995-ലും 2013-ലും ഉണ്ടായത്. ഭരണഘടനാ വിരുദ്ധമാണ്. എന്താണ് വഖഫ് ആക്ടിലെ ഭരണഘടനാ വിരുദ്ധത? നമ്മൾ ചർച്ച ചെയ്യണം. ഞാനും നിങ്ങളും ഉൾപ്പെടുന്ന ഇന്ത്യ രാജ്യത്തെ പൗരന്മാരായ ഓരോ വ്യക്തികൾക്കും ഇന്ത്യൻ ഭരണഘടന നൽകുന്ന വാഗ്ദാനങ്ങൾ, നമ്മുടെ പൗരാവകാശത്തിന് നേരെയുള്ള കടന്നുകയറ്റം, എൻ്റെ വസ്തു വഖഫ് ബോർഡിൻ്റെതാണെന്ന് വഖഫ് ബോർഡിന് തോന്നിയാൽ എനിക്കൊരു നോട്ടീസ് പോലും നൽകാതെ സ്വന്തം പേരിൽ കൂട്ടാൻ അവകാശം നൽകുന്ന വഖഫ് ബോർഡിന്റെ നിയമം, ഞാൻ എവിടെ പോയി അതിന് അപ്പീൽ കൊടുക്കണം, എവിടെ പോയി എനിക്ക് കേസ് കൊടുക്കണം? വഖഫ് ട്രിബ്യൂണലിൽ എനിക്ക് കേസ് നൽകാം. ഇപ്പൊ ഇവിടെ ചർച്ച ചെയ്യപ്പെടുന്ന ഏറ്റവും വലിയ വിഷയം, നിങ്ങൾക്ക് ഹൈക്കോടതിയിലും സുപ്രീം കോടതിയിലും അപ്പീൽ കൊടുക്കാൻ മേലെ. എന്താ കൊടുക്കാമെന്ന്? വഖഫ് ട്രിബ്യൂണലിന്റെ തീരുമാനത്തിന് റിവിഷൻ കൊടുക്കാം. ആ റിവിഷൻ പരിഗണിക്കുന്നത് ഏത് നിയമപ്രകാരമാണ്? വഖഫ് ആക്ട് പ്രകാരം. നിന്റെ വസ്തു എനിക്ക്
എനിക്ക് ബോധ്യപ്പെട്ടാൽ എൻ്റെതായി മാറുമെന്ന് എഴുതി വച്ചിരിക്കുന്ന വഖഫ് ആക്ട് പ്രകാരം മാത്രം വഖഫ് ട്രിബ്യൂണൽ എടുത്ത തീരുമാനത്തിന്റെ റിവിഷൻ മാത്രമാണ് ഹൈക്കോടതിയിലും സുപ്രീം കോടതിയിലും ഇവരത് പറയുന്നത്. നിങ്ങൾക്ക് ഹൈക്കോടതിയിൽ പോകാൻ അവകാശമുണ്ട്. എടുത്തു പറയട്ടെ, 2 ലക്ഷം ഏക്കർ വസ്തുവിൽ നിന്നും ഈ കാലഘട്ടം കൊണ്ട് 12 വർഷം കൊണ്ട് 8.5 ലക്ഷം ഏക്കറിലേക്ക് ഭൂമിയിലേക്ക് ഈ വസ്തു വർദ്ധിച്ചിരിക്കുന്നു. വഖഫ് ബോർഡിന്റെ വസ്തു വർദ്ധിച്ചിരിക്കുന്നു. വഖഫ് ബോർഡിന്റെ വസ്തു വർദ്ധിക്കുന്നല്ല പ്രശ്നം. ഇന്ത്യൻ പാർലമെന്റ് അവരുടേതാണെന്ന് പറയുന്നു. ഡൽഹിയില് തന്ത്രപ്രധാനമായ പ്രദേശങ്ങളിൽ 144 വസ്തുക്കൾ വഖഫ് ബോർഡ് ക്ലെയിം ചെയ്തിരിക്കുന്നു. സർക്കാർ ഉടമസ്ഥയുള്ള വസ്തുക്കളാണ്. ഇവിടെ സിമി നിരോധിച്ചപ്പോൾ പേര് മാറ്റി അത് പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ ആയി. പോപ്പുലർ ഫ്രണ്ട് നിരോധിച്ചപ്പോൾ അത് പേര് മാറ്റി SDP ആയി. ഇവിടെ പിണറായി വിജയനും കോൺഗ്രസ് നേതൃത്വവും SDP എങ്ങനെ കൂടെ നിർത്താമെന്ന് ചർച്ച ചെയ്യുന്നു. ഇവിടുത്തെ കേരളത്തിന്റെ അടിസ്ഥാനപരമായ പ്രശ്നം എന്താണ്? 18% ഉണ്ടായിരുന്ന ഇസ്ലാം ന്യൂനപക്ഷ സമൂഹം 30% വരാൻ പോകുന്ന 2026 തെരഞ്ഞെടുപ്പിൽ എത്തുമ്പോൾ ആ സമുദായത്തെ കൂട്ടുപിടിച്ച് നിന്നാൽ മാത്രമേ കേരളത്തിൽ ഇടതുപക്ഷത്തിനോ വലതുപക്ഷത്തിനോ അധികാരത്തിലെത്താൻ കഴിയൂ എന്ന് വിശ്വസിക്കുന്നു. കേരള സംസ്ഥാനത്ത് നടത്തിയ വികസനത്തിന്റെ പേരിലോ കേരള സംസ്ഥാനത്ത് മുഖ്യമന്ത്രി പിണറായി വിജയനോട് ഉള്ള ജനങ്ങളുടെ സ്നേഹത്തിന്റെ പുറത്തല്ല പിണറായി വിജയൻ വീണ്ടും അധികാരത്തിൽ വരുമെന്ന് വെല്ലുവിളിക്കുന്നത്. ഇന്നും ഇന്നലെയൊക്കെ നിങ്ങൾ വീണ്ടും പിണറായി വിജയൻ 3.0 എന്തു ധൈര്യത്തിലാണ് അദ്ദേഹം പറയുന്നത്? കേരള ജനതയെ കണ്ടുകൊണ്ടല്ല, ഈ റാഡിക്കൽ മൂവ്മെന്റിനെ കണ്ടുകൊണ്ടാണ്, ഈ പൊളിറ്റിക്കൽ ഇസ്ലാമിനെ കണ്ടുകൊണ്ടാണ്. ആ പൊളിറ്റിക്കൽ ഇസ്ലാമിന്റെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായി സ്വന്തം മരുമകനെ വാഴിക്കാൻ തീരുമാനിച്ചുകൊണ്ടാണ് അദ്ദേഹം ധൈര്യമായി പറയുന്നു 2026 ഞങ്ങൾ തിരിച്ചു വരും. പക്ഷെ അദ്ദേഹം മനസ്സിലാക്കാത്തൊരു കാര്യമുണ്ട്. ഈ 30 കഴിഞ്ഞൊരു 70 ഈ നാട്ടിലുണ്ട് എന്ന് അദ്ദേഹം മനസ്സിലാക്കുന്നില്ല. ആ 30 കഴിഞ്ഞുള്ള 70 കാര്യങ്ങൾ തിരിച്ചറിയാൻ ഇനി അധികം നാളുകൾ വേണ്ട. 2026 ഭാരതീയ ജനതാ പാർട്ടി കേരളത്തിൽ അധികാരത്തിൽ വരുമെന്ന് പറഞ്ഞപ്പോൾ എന്നെ നോക്കി ചിരിച്ചവരോട് ഞാൻ പറയുന്നു, നിങ്ങൾ ഇനി വരാൻ പോകുന്ന മാസങ്ങളിൽ അത്ഭുതങ്ങൾ കേരളത്തിൽ കാണും. ആ അത്ഭുതങ്ങൾ ഞങ്ങൾ ചെയ്യും. ഈ നാട്ടിലെ ജനതയ്ക്ക് കാര്യങ്ങൾ ബോധ്യമായി തുടങ്ങിയിരിക്കുന്നു. ഇവിടെ നിങ്ങൾ എന്താണ് ചെയ്യുന്നതെന്ന് നല്ല ബോധ്യം കൃത്യമായി തന്നെ ഇവിടുത്തെ സാധാരണക്കാരായ ജനങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ട്. ഏറ്റവും രസകരമായ കാര്യം, ഇന്ത്യ ഭരിക്കുന്ന രാഷ്ട്രീയ പാർട്ടിയെയും നരേന്ദ്രമോദിയെയും ഫാസിസ്റ്റ് എന്ന് വിളിക്കുന്ന ഇവർക്ക് ഇന്ത്യ വിരുദ്ധ ശക്തികളായ PFIയെയും SDP-യെയും രാജ്യവിരുദ്ധ ശക്തി എന്ന് പറയാൻ പിണറായി വിജയനും BD സതീശനും രമേശ് ചെന്നിത്തലയ്ക്കും തന്റെ ഇടമുണ്ടോ? 24 മണിക്കൂറും രാഹുൽ ഗാന്ധിയുടെ കൂടെ നടക്കുന്ന മതേതരത്വം മാത്രം പ്രസംഗിക്കുന്ന KC വേണുഗോപാലിന് SDP-യെ തീവ്രവാദ സംഘടന എന്ന് വിശേഷിപ്പിച്ചുകൊണ്ട് നിങ്ങളുടെ വോട്ടുകൾ ഞങ്ങൾക്ക് വേണ്ട എന്ന് പറയാൻ തന്റെ ഇടമുണ്ടോ? പക്ഷേ ഈ രാജ്യം ഭരിക്കുന്ന രാജ്യസ്നേഹികളുടെ രാഷ്ട്രീയ പ്രസ്ഥാനമായ BJP-യെ സംഘപരിവാർ ശക്തികളെയും രാജ്യവിരുദ്ധരാണെന്നും ഫാസിസ്റ്റ് ആണെന്നും പറയാൻ നിങ്ങൾക്ക് യാതൊരു മടിയില്ല. പാകിസ്ഥാന് സിന്ദാബാദ് വിളിക്കുന്ന, ഈ രാജ്യത്തിന്റെ മണ്ണിൽ ജിഹാദ് പ്രോത്സാഹിപ്പിക്കുന്നവരെ നിങ്ങൾക്കത് വിളിക്കാൻ തന്റെ ഇടമില്ല. ഇതും ഇന്ത്യയിൽ നടക്കുന്നതാണ്. അതിന്റെ കേന്ദ്രമായി കേരളം മാറുന്നു. നമ്മൾ വലിയ രീതിയിൽ, എനിക്ക് ഈ ഹിന്ദു മഹാസമ്മേളനത്തിൽ പങ്കെടുത്ത് സംസാരിക്കുമ്പോൾ എനിക്ക് എടുത്തു പറയാനുള്ള കാര്യം, ഹൈന്ദവ സമൂഹം വളരെയേറെ ജാഗ്രതയോട് നീങ്ങേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു. നമ്മൾ രാജ്യസ്നേഹത്തെക്കുറിച്ച് പ്രസംഗിക്കുമ്പോൾ നമ്മൾ അറിയാതെ നമ്മുടെ ഭരണഘടനയെ കഴിഞ്ഞ 12 വർഷക്കാലം ഇവർ ഹൈജാക്ക് ചെയ്തു. 12 വർഷക്കാലമല്ല, 1995 മുതൽ 2025 40 വർഷക്കാലം 30 വർഷക്കാലം ഇന്ത്യൻ ഭരണഘടന ഇവർ ഹൈജാക്ക് ചെയ്ത് നമ്മൾ തിരിച്ചറിഞ്ഞത് ഇപ്പോഴാണ്. അങ്ങനെ ഈ രാജ്യത്തിന്റെ സമസ്ത മേഖലയിലും കൃത്യമായി ഇടപെടൽ നടത്തിക്കൊണ്ട് ഈ രാജ്യത്തെ നേരിട്ട് പിടിച്ചെടുക്കാൻ കഴിയില്ല എന്ന ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിൽ ഇവർ 2047 ഈ രാജ്യം പിടിച്ചെടുക്കുമെന്ന് പറഞ്ഞത് വെറും വാക്കായി നിങ്ങൾ കാണണ്ട.
SDP ചുമ്മാതെ പറഞ്ഞതല്ല, അവർക്ക് കൃത്യമായ പ്ലാനും പദ്ധതിയും ഉണ്ടായിരുന്നു. ആ പ്ലാനിന്റെയും പദ്ധതിയുടെയും അടിസ്ഥാനത്തിൽ തന്നെ അവർ ഒന്നാമതായി നടപ്പിലാക്കിയതാണ് ഈ ഭരണഘടനയ്ക്ക് നേരെയുള്ള കടന്നുകയറ്റം. നമ്മൾ പോയി ഓച്ചാനിച്ച് നിന്നോണം. എവിടെയാ? വഖഫ് ട്രിബ്യൂണലിൽ. ഈ രാജ്യത്തെ പൗരന് എല്ലാ സിവിൽ നിയമങ്ങളും അനുസരിച്ച് അവന്റെ അവകാശങ്ങൾ, ഞാനൊരു കാര്യം, ലിമിറ്റേഷൻ ആക്ട് ബാധകമല്ല, കുടികിടപ്പ് അവകാശം ബാധകമല്ല, സിവിൽ നിയമങ്ങൾ ബാധകമല്ല. നമുക്ക് നമ്മുടെ അവകാശത്തിന് വേണ്ടി ഒരു കോടതിയെ സമീപിക്കാൻ കഴിയില്ല. വഖഫിന് നോട്ടീസ് കിട്ടിയാൽ ഈ രാജ്യത്തുണ്ടായിരുന്ന നിയമമാണ്. അതിനെ തിരുത്തുവാൻ മുൻകൈയെടുത്ത നരേന്ദ്രമോദി സർക്കാരിന് ചീത്തവിളി. ഏറ്റവും രസകരമായ കാര്യം, നമ്മുടെ ഏറ്റവും കൂടുതൽ നരേന്ദ്രമോദി ചീത്തവിളി കേൾക്കുന്ന ആർക്ക് വേണ്ടിയാണെന്നറിയോ? ഏറ്റവും അധികം നരേന്ദ്രമോദി സർക്കാർ ചീത്തവിളി കേൾക്കുന്നത് ഇസ്ലാം സ്ത്രീകൾക്ക് വേണ്ടിയാണ്. നരേന്ദ്രമോദി സർക്കാർ കൊണ്ടുവന്ന വിപ്ലവകരമായ തീരുമാനങ്ങളിൽ ഒന്ന് മുത്തലാഖ് നിരോധനം. നമ്മളെ ആരെങ്കിലും ബാധിക്കുന്ന വിഷയമാണോ? ഇവിടെ ഇരിക്കുന്ന, എൻ്റെ മുമ്പിൽ ഇരിക്കുന്ന ആരെയും ബാധിക്കുന്ന വിഷയമല്ല. ആ മുത്തലാഖ് നിരോധനം കൊണ്ട് മൃഗത്തെ പോലെ കണ്ടിരുന്ന, സമൂഹത്തിൽ നിലയും വിലയുമില്ലാതിരുന്ന ഏതൊരു പുരുഷനും 3 വാക്കുകൊണ്ട് കരിവേപ്പില പോലെ എടുത്തു കളയാൻ കഴിയുന്ന സ്ത്രീക്ക് ആ മുത്തലാഖ് നിരോധനം വഴി അവളുടെ അവകാശങ്ങൾ സംരക്ഷിക്കപ്പെട്ടു ഈ രാജ്യത്ത്. ആർക്ക് വേണ്ടി ചെയ്തതാ? ഇസ്ലാമുകൾ സ്ത്രീകൾക്ക് വേണ്ടി ചെയ്തതാണ്. നരേന്ദ്രമോദിക്ക് അതുകൊണ്ട് ഒരു ലാഭം ഉണ്ടായില്ല. അതിനെയും വിമർശിച്ചു, അതിനെതിരെയും പ്രകടനം നടന്നു. അവർ പ്രകടനം നടത്തുന്നത് അവർക്കെതിരെയാണ്, അവരുടെ അമ്മയ്ക്കെതിരെയാണ്, അവരുടെ പെങ്ങൾക്കെതിരെയാണ്, അവരുടെ ഭാര്യക്കെതിരെയാണ്, അവരുടെ മകൾക്കെതിരെയാണ്. എന്താണ്? പ്രാകൃതമായ ഒരു നിയമം, സ്ത്രീയെ ഭോഗവസ്തുക്കളായി മാത്രം കാണുന്ന ഒരു നിയമത്തിനെതിരെ നരേന്ദ്രമോദി ഈ രാജ്യത്ത് കൊണ്ടുവന്ന ഒരു നിയമത്തെ, അതിനെയും എതിർക്കുവാൻ കാണിക്കുന്ന തന്റെ ഇടം രാജ്യവിരുദ്ധമെന്നല്ല, കോൺസ്റ്റിറ്റ്യൂഷൻ വിരുദ്ധമാണ്, ഇന്ത്യൻ ഭരണഘടനയ്ക്ക് വിരുദ്ധമാണ് അതിനെതിരെ നടത്തിയ പ്രക്ഷോഭങ്ങൾ. നമുക്ക് ലോകരാജ്യങ്ങൾ എടുത്ത് പരിശോധിക്കാം. ലോകത്ത് ഏറ്റവും അധികം മുസ്ലിം സഹോദരങ്ങൾ തിങ്ങിപ്പാർക്കുന്ന രാജ്യം ഇന്തോനേഷ്യയാണ്. സൗദിയല്ല, UAE അല്ല, 2ാം സ്ഥാനത്ത് നിൽക്കുന്നത് നമ്മുടെ ഭാരതമാണ്. ഒരു കാര്യം അഭിമാനത്തോടു കൂടി പറയട്ടെ, മുസ്ലിം വിരുദ്ധരെന്ന് നിങ്ങൾ ചിത്രീകരിക്കുന്ന, മുസ്ലിം വിരുദ്ധരെന്ന് നിങ്ങൾ പറയുന്ന ഭാരതീയ ജനതാ പാർട്ടിയുടെ നേതാവ് നരേന്ദ്രമോദി ഭരിക്കുന്ന ഭാരതത്തിലാണ് ഇന്ന് ലോകത്തിൽ ഏറ്റവും സമാധാനപരമായ ഈ മുസ്ലിം സഹോദരങ്ങൾ ജീവിക്കുന്നതെന്ന് മറക്കരുത്. ഇന്ന് ഭാരതത്തിൽ നിങ്ങൾ എടുത്തു നോക്കുക. ഞാനും വിശ്വസിച്ചിട്ടുണ്ട്, ഗുജറാത്തിൽ നിന്നും ഒരു ഹൈന്ദവ ഭീകരൻ ഇന്ത്യ ഭരിക്കാൻ വരുന്നു. ആ ഹൈന്ദവ ഭീകരൻ ഇങ്ങ് വരുമ്പോ ഇവിടെയുള്ള ക്രൈസ്തവ ന്യൂനപക്ഷങ്ങളെയും ഇവിടെയുള്ള മുസ്ലിം ന്യൂനപക്ഷങ്ങളെയും തുരത്തി പുറത്തു ചാടിക്കും. ഇവരെല്ലാം ഈ രാജ്യത്ത് പീഡിപ്പിക്കപ്പെടും. ഇത് ഇവിടെ നടത്തിയ പ്രചരണമല്ലേ? ഇപ്പോഴും നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രചരണം ഇത് തന്നെയല്ലേ? എന്നിട്ട് എന്തെങ്കിലും സംഭവിച്ചോ? 11 വർഷമായി. ഞാൻ അതുകൊണ്ടാണ് പറഞ്ഞത്, ചുറ്റുവട്ടമുള്ള ഇസ്ലാമിക രാജ്യങ്ങളുണ്ട്, പരിശോധിച്ച് നോക്കണം. പാകിസ്ഥാൻ ആകട്ടെ, ബംഗ്ലാദേശ് ആകട്ടെ, അഫ്ഗാനിസ്ഥാൻ ആകട്ടെ, നമ്മുടെ ചുറ്റുമുള്ള രാജ്യങ്ങൾ ശരീഅത്ത് നിയമം അനുസരിച്ച് പോകുന്ന രാജ്യങ്ങളാണ്. മുസ്ലിം സഹോദരങ്ങൾ പരിശോധിക്കണം, അവിടെയാണോ ഇന്ത്യയിലാണോ നിങ്ങൾ സുരക്ഷിതരായി സമാധാനപരമായി ജീവിക്കുന്നതെന്ന് നിങ്ങൾ പരിശോധിക്കേണ്ട കാലഘട്ടം അതിക്രമിച്ചിരിക്കുന്നു. ഈ രാജ്യത്തെ സ്നേഹിക്കുന്ന നല്ലവരായ ഇസ്ലാം സഹോദരങ്ങൾ, ഈ രാജ്യത്തിന് വേണ്ടി, ഈ രാജ്യത്തോട് നിങ്ങൾ സ്നേഹിക്കുന്നെങ്കിൽ, നിങ്ങൾ ഖുർആനെ അനുസരിക്കുന്നെങ്കിൽ, നിങ്ങൾ മുഹമ്മദ് നബിയെ അനുസരിക്കുന്നെങ്കിൽ, നിങ്ങൾ ഈ രാജ്യത്തോട് ചേർന്ന് നിന്ന് ഇത്തരത്തിലുള്ള ഇസ്ലാമിക ഫാസിസ്റ്റ് സംഘടനകൾക്കെതിരെ, ഇസ്ലാമിക് സ്റ്റേറ്റ് എന്ന കൺസെപ്റ്റിനെതിരെ, പൊളിറ്റിക്കൽ ഇസ്ലാമിനെതിരെ നിങ്ങൾ പ്രതികരിക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു. അല്ലെങ്കിൽ നിങ്ങളുടെ തലയിലേക്ക് ആ പൊളിറ്റിക്കൽ ഇസ്ലാമിന്റെ മുടിയെടുത്ത് ചൂടുവാനാണ് ഈ സംഘടനകൾ നിൽക്കുന്നത്. ഈ രാജ്യത്തെ സ്നേഹിക്കുന്ന 100 കണക്കിന് ഇസ്ലാം സഹോദരങ്ങളെ നമുക്കറിയാം. പക്ഷെ അവർക്കൊന്നും മിണ്ടാട്ടമില്ല. മിണ്ടേണ്ടത് ആരാണ്? ഇതിനെതിരെ പ്രതികരിക്കേണ്ടത് ഇവിടുത്തെ രാഷ്ട്രീയ സംഘടനകളാണ്. അവിടെ ചൂട്ടുവെച്ച് കൊടുക്കുകയാണ്, ചൂട്ടുവെച്ച് പോച്ചുകൊണ്ടിരിക്കുക. നടക്കട്ടെ, എങ്ങനെയും ആ 30% വരുന്ന വോട്ട് ഞങ്ങൾക്ക് കിട്ടണം. ആർക്കും കിട്ടാൻ പോകുന്നില്ല, അതാ മനസ്സിലാകണം. 2026 തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് 2031 കടന്നു ചെല്ലുമ്പോ ഈ 30 എന്നുള്ളത് 35% മാറിയാൽ കോൺഗ്രസ്സുകാരാ നീ നിന്റെ വഴിക്ക് പോ, CPM-കാരാ നീ നിന്റെ വഴിക്ക് പോ, PFI ഉണ്ട്, ഞങ്ങൾ കേരളം ഭരിച്ചോളാം എന്ന് ഒറ്റയ്ക്ക് തീരുമാനിക്കും അവര്. അന്ന് മനസ്സിലാവും ഇന്ന് നിങ്ങൾ ചെയ്തതിന്റെ അപകടം എന്താണ്. പക്ഷെ ആ അപകടത്തിലേക്കൊന്നും പോകില്ല.
ആ അപകടത്തെ കേരള ജനത തിരിച്ചറിഞ്ഞു കഴിഞ്ഞു. അത് വലിയ താമസമില്ലാതെ തന്നെ മുമ്പോട്ട് പോകും. നമ്മളിതിനെ എന്തുകൊണ്ട് എതിർക്കുന്നു? എന്തുകൊണ്ടാണ് ഇതിനെ എതിർത്ത് തോൽപ്പിക്കേണ്ട രാഷ്ട്രീയ സാഹചര്യമുള്ളത്? ഇന്ന് സുപ്രീം കോടതിയുടെ പരിഗണനയിൽ കേരളത്തിന്റെ OBC സംവരണത്തെ സംബന്ധിച്ച് ഒരു കേസ് നിലനിൽക്കുന്നുണ്ട്. 1992 OBC ആക്ട് 92 ആണെന്ന് എൻ്റെ വിശ്വാസം അല്ലേ സാറേ? OBC ആക്ട് 92. ആ ആക്ട് പ്രകാരം കേരളത്തിലെ അതർ ബാക്ക്വേർഡ് കാസ്റ്റ്, അതിനകത്ത് മുഖ്യമായി നമുക്ക് എടുത്തു പറയാൻ കഴിയുന്നത് കേരളത്തിലെ ഈഴവ സമുദായം SNDP, 2 മുസ്ലിം സമുദായം, 3 ലത്തീൻ സമുദായം. പിന്നെ അതിനെ ലിസ്റ്റ് ഇറക്കണം 41ഓളം OBC ലിസ്റ്റഡ് ഉണ്ട്. ഈ OBC ആക്ട് പ്രകാരം 10 വർഷത്തിലൊന്ന് ജനസംഖ്യാനുപാതികമായി ഈ സംവരണ ആനുകൂല്യങ്ങൾ പുതുക്കണം. ആക്ടിലുള്ളതാണ്. നിങ്ങൾക്കറിയോ, മതേതര പാർട്ടിയായ മുസ്ലിം ലീഗിന്റെ നേതാവ് ഹാരിസ് ബീരാൻ, ഇപ്പോഴത്തെ അവരുടെ MP ആണ്. ആ ഹാരിസ് ബീരാൻ കേരളത്തിൽ അവരെ കേസ് കൊടുത്തു. സ്വാഭാവികമായിട്ട് ആക്ടിൽ എഴുതി വെച്ച കാര്യമല്ലേ ശരി പറയൂ. ശരി പറഞ്ഞു. ഡിവിഷൻ ബെഞ്ചിൽ അപ്പീൽ പോയി, ശരി പറഞ്ഞു. പിണറായി വിജയൻ സർക്കാർ ആ വിഷയത്തിൽ ഇതുവരെ തൊട്ടിട്ടില്ല. ഈ OBC സംവരണത്തിൽ ജനസംഖ്യ ആനുപാതികമായി സംവരണം നടത്തണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് സുപ്രീം കോടതിയിൽ കേസ് കൊടുത്തിട്ടുള്ളത് UDFന്റെ MP ആയ ഹാരിസ് ബീരാനാണ്. എന്തു സംഭവിക്കും? ആ സുപ്രീം കോടതി വിധി വരുമ്പോ കേരള സംസ്ഥാനത്ത് യഥാർത്ഥ OBC ആയ ഈഴവ സമുദായത്തിനും ലത്തീൻ സമുദായത്തിന് ആവശ്യമായ അവർക്ക് അനുകൂലമായ സംവരണം ഇസ്ലാം സമൂഹത്തിലേക്ക് പോകും. അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ശരിക്കും ഈ OBC സംവരണം ഉണ്ടായ കാലഘട്ടത്തിൽ പിന്നോക്കാവസ്ഥയുടെ അടിസ്ഥാനത്തിൽ ചില മാനദണ്ഡങ്ങൾക്കനുസരിച്ചാണ് OBC സംവരണം നിലവിൽ വന്നത്. ആ OBC സംവരണം നിലവിൽ വരുമ്പോൾ നമ്മുടെ ഭരണഘടനയ്ക്കും നിലവിലുള്ള സുപ്രീം കോടതി ഡിസിഷൻസിനും വിരുദ്ധമായി ജാതി സംവരണം പാടില്ല എന്ന് കൃത്യമായ വ്യവസ്ഥയുണ്ട്. ശരിക്കും മലബാറിലുള്ള മാപ്പിള, അതായത് മുസ്ലിം സമുദായത്തിൽ ഏറ്റവും പിന്നാക്കമായി നിൽക്കുന്ന മാപ്പിള എന്ന കൺസെപ്റ്റിലാണ് ശരിക്കും OBC സംവരണം നിലവിൽ വന്നത്. അത് ഞാൻ മുമ്പേ പറഞ്ഞ പോലെ ഒരു ഭരണഘടനാ ജിഹാദിന്റെ അടിസ്ഥാനത്തിൽ കാലാകാലങ്ങളായി മാറി വന്ന മുസ്ലിം ലീഗ് സർക്കാരുകൾ ന്യൂനപക്ഷ വകുപ്പുകൾ ഭരിച്ച സാഹചര്യങ്ങളിൽ അത് മൊത്തമായി മാറി. ഇപ്പൊ അതിനകത്ത് ഇല്ലാത്തത് പാണക്കാട്ടുകാർ തങ്ങൾക്ക് മാത്രമേ ഉള്ളൂ അതിനകത്ത് സംവരണമില്ലാത്ത, ബാക്കി എല്ലാവർക്കും സംവരണമായി. ശരിക്കും പാണക്കാട് അത് തങ്ങൾ ആവശ്യമില്ല. തങ്ങൾ പാണക്കാട് കുടുംബം ഉൾപ്പെടെയുള്ള 3-4 ചെറിയ സംഘടനകൾ, ചെറിയ വിഭാഗങ്ങൾക്ക്, മുസ്ലിം വിഭാഗങ്ങളിൽ വളരെ ചെറിയ വിഭാഗങ്ങൾക്ക് മാത്രമാണ് ഇന്ന് സംഘടന ഇല്ലാത്തത്. അപ്പോ OBC സംവരണത്തെ വളച്ചൊടിച്ച് അത് മതസംവരണമായി മാറ്റിയിരിക്കുന്നു. ഇപ്പൊ പറയുന്ന അനുസരിച്ച് മുസ്ലിം മതത്തിനാണ് ഇന്ന് OBC സംവരണം കൊടുത്തത്. ശരിക്കും ഭരണഘടനാ വിരുദ്ധമാണ്. ശരിക്കും ആ സംവരണത്തിന് ആനുകൂല്യമുള്ളത് മാപ്പിള സമൂഹത്തിന് മാത്രമാണ്. കാരണം ഇവർക്ക് കാസ്റ്റ് ഇല്ല. മതത്തിന്റെ അടിസ്ഥാനത്തിൽ കേരളത്തിന്റെ OBC സംവരണം വിട്ടുകൊടുത്തിരിക്കുന്നു. ഇതും വരാൻ പോകുന്ന മറ്റൊരു ജിഹാദാണ്. ഇത് സൈലന്റ്ലി നടപ്പിലാക്കാൻ നമ്മൾ ശ്രദ്ധിക്കുന്നില്ല. നമ്മുടെ കുട്ടികൾ വിദേശത്തേക്ക് ഇവിടെ ജോലി കിട്ടാതെ പലായനം ചെയ്യുമ്പോൾ അവർ കൃത്യമായി ആ പൊളിറ്റിക്കൽ ഇസ്ലാമിന്റെ അജണ്ട നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നു കേരള സംസ്ഥാനത്ത്. നിങ്ങൾക്കത് കൃത്യമായി മനസ്സിലാക്കും. അപ്പൊ ഈ രാജ്യത്തൊരു നിയമമില്ലേ, മതത്തിന്റെ അടിസ്ഥാനത്തിൽ സംവരണം പാടില്ല എന്ന് പറഞ്ഞ സ്ഥലങ്ങളിൽ മുഴുവൻ കഴിഞ്ഞ ദിവസം കർണാടക സർക്കാർ 42% ആക്കി വെച്ചിരിക്കുന്നു. അതരസം ഗവൺമെന്റ് ടെൻഡറിൽ OBC സംവരണം, OBC അല്ല മുസ്ലിം സംവരണം ഉണ്ടാക്കിയിരിക്കുന്നു. ഇതൊന്നും ഇവിടുത്തെ സാധാരണക്കാരെ മുസ്ലിം സഹോദരങ്ങളെ രക്ഷിക്കാനൊന്നുമല്ല. പൊളിറ്റിക്കൽ ഇസ്ലാം എന്ന കൺസെപ്റ്റ് ഈ രാജ്യത്ത് പയ്യെ ഇംപ്ലിമെന്റ് ചെയ്യുന്നു. അതിന് അവർ ഒന്നാമതായി ഹൈജാക്ക് ചെയ്തിട്ടുള്ളത് കോൺഗ്രസ് നേതൃത്വത്തെയാണ്. ആ കോൺഗ്രസ് നേതൃത്വം ഭരിക്കുന്ന നാടുകളിൽ മുഴുവൻ, തമിഴ്നാട്ടിൽ നടക്കുന്നു,
അവിടെ തമിഴ്നാട്ടിൽ അവർ ഹൈജാക്ക് ചെയ്തിട്ടുള്ള DMK ആണ്. ആന്ധ്രാപ്രദേശിൽ നടക്കുന്നു. അവിടെയെല്ലാം അവർ ക്രമേണ ഇത് ഇംപ്ലിമെന്റ് ചെയ്തുകൊണ്ടിരിക്കുക. നമ്മളിതൊന്നും അറിയുന്നില്ല. ഇത് അറിഞ്ഞു തിരുത്താൻ ശ്രമിക്കുമ്പോൾ, നിയമപരമായി അതിനെ തടയാൻ ശ്രമിക്കുമ്പോൾ നമ്മൾ വർഗീയത പറയുന്നുണ്ട്. ഈ നാട്ടിൽ സമത്വം വേണ്ടേ? ഇത്തരത്തിലുള്ള നിലപാടിലേക്ക് പോകുമ്പോൾ ഇപ്പൊ നമുക്കറിയാം എത്ര ചെറുപ്പക്കാർ ഇവിടെ നമ്മുടെ മുമ്പിലുണ്ട്. നമ്മുടെ നാട്ടിൽ നിന്നും ജീവിക്കാൻ കഴിയാതെ, ഒരു സർക്കാർ ജോലി ലഭ്യമാകാതെ നമ്മുടെ ചെറുപ്പക്കാർ നാട് വിടുമ്പോൾ അവർ കൃത്യമായ ഭരണ സംവിധാനങ്ങളിലേക്ക് നുഴഞ്ഞു കയറുന്നു. അതിൽ കൃത്യമായ അജണ്ടയുണ്ട്. ആ അജണ്ടയെ തിരിച്ചറിയാൻ നമ്മൾ കഴിയാതെ പോകുന്നു. പക്ഷെ ഞങ്ങളത് തിരിച്ചറിഞ്ഞു തുടങ്ങി എന്ന് മുസ്ലിം ലീഗിന്റെ നേതാക്കൾ അത് മനസ്സിലാക്കുന്നത് നല്ലതായിരിക്കും. തുടർന്ന് അങ്ങോട്ട് അതിനെ കൃത്യമായി പ്രതിരോധിക്കുവാൻ വേണ്ട. കാരണം ഈ നാട്ടിൽ ആ ഒരു വർഗത്തിന് മതി, ഞാൻ എടുത്തു പറയട്ടെ, അത് ഒരിക്കലും മുസ്ലിമിനെതിരെയുള്ള നടപടിയല്ല. പക്ഷേ ഈ നാട്ടിൽ സമത്വം എന്നുള്ളത് അത് ഈ രാജ്യത്തിന്റെ ആവശ്യമാണ്. അത് നടപ്പിലാക്കാൻ വേണ്ട നടപടി സ്വീകരിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയം വേണ്ട. വെസ്റ്റ് ബംഗാൾ കേട്ടോ മറ്റൊരു ഉദാഹരണമാണ്, എടുത്തു പറയേണ്ട മറ്റൊരു ഉദാഹരണമാണ്. ഈ സംബന്ധ കാര്യങ്ങളിൽ ഇതേ നിലപാട് സ്വീകരിച്ചുകൊണ്ട് വെസ്റ്റ് ബംഗാൾ രംഗത്ത് വന്നിരിക്കുന്നു. ഇതെല്ലാം ഭരണഘടനാ വിരുദ്ധമാണ്. ഞാൻ എൻ്റെ വിഷയത്തിലേക്ക് കിടക്കുക. എനിക്കിനി 10 മിനിറ്റ് കൂടെയാണ് സംസാരിക്കാനുള്ളത്. വഖഫിനെ സംബന്ധിച്ച് നിങ്ങൾക്കറിയാം, മുനമ്പം വിഷയം മാത്രമൊന്ന് എടുത്തു പറയട്ടെ. 1902 മുതൽ തിരുവിതാംകൂർ മഹാരാജാവ് പാട്ടത്തിന് നൽകിയ വസ്തു, അതിന് തിരുവിതാംകൂർ മഹാരാജാവ് ആർക്കും എഴുതി കൊടുത്തിട്ടില്ല, പാട്ടത്തിന് നൽകിയ വസ്തു, അതിൻ്റെ ഒറ്റയർത്ഥത്തിൽ പറഞ്ഞാൽ ശ്രീപത്മനാഭന്റെ മണ്ണാണ് മുനമ്പം. ഒരു സംശയം വേണ്ട. കാരണം തിരുവിതാംകൂർ രാജകുടുംബം രാജ്യം മുഴുവൻ ശ്രീപത്മനാഭന് സമർപ്പിച്ചതാണ്. ശ്രീപത്മനാഭന്റെ മണ്ണായിട്ടാണ് തിരുവിതാംകൂർ അറിയപ്പെടുന്നത്. അങ്ങനെ ശ്രീപത്മനാഭന് സമർപ്പിച്ച ആ മണ്ണാണ് മുനമ്പം ജനതയ്ക്ക് 1902 പാട്ടത്തിന് നൽകുന്നു. 1948 അത് സത്താർ സേട്ട് നൽകുന്നു. 1948 അതിന് മുമ്പോട്ടുള്ള ചരിത്രം പറഞ്ഞാൽ ഈ 4 ദിവസം തീരെയല്ല, അതുകൊണ്ട് ഞാൻ 4 മണിക്കൂർ പോരാ. 48 സിദ്ദിഖ് സേട്ട് എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ കയ്യിലെത്തുന്നു. അദ്ദേഹം സത്താർ സേട്ടിന്റെ ബന്ധുവൊന്നുമല്ല. 48 എത്തുന്നു. 1950 അത് കൃത്യമായി ഫാറൂഖ് കോളേജിന് വിദ്യാഭ്യാസ ആവശ്യങ്ങൾക്കായി ദാനം നൽകുന്നു. 1965 വരെ അവിടെ നിന്ന് ഇവരെ ഇറക്കി വിടുവാനായി ഫാറൂഖ് കോളേജ് ശ്രമം നടത്തുന്നുണ്ടെങ്കിലും അത് വിജയിച്ചില്ല. തുടർന്ന് അത് സിവിൽ നടപടികളിലേക്ക് കടന്നു. പറവൂർ കോടതി അത് ഫാറൂഖ് കോളേജിന് അനുകൂലമായി, ഫാറൂഖ് കോളേജിന്റെ വസ്തുവാണ് എന്ന് വിധിയുണ്ടായി. പിന്നീട് 1975 കേരള ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിന്റെ ഉത്തരവുണ്ടായി, ഇത് ഫാറൂഖ് കോളേജിന്റെ വസ്തുവാണ്. എങ്കിലും ഈ പാവങ്ങളെ അവിടെ നിന്ന് ഇറക്കി വിടാൻ, സ്വാഭാവികമായിട്ടും മത്സ്യത്തൊഴിലാളികളാണ്, അവർ സംഘടിതമാണ്, അവരെ അങ്ങനെ ഇറക്കി വിടാൻ ഫാറൂഖ് കോളേജിന് കഴിഞ്ഞില്ല. 1987 ആയപ്പോൾ ഫാറൂഖ് കോളേജ് തീരുമാനിച്ചു ഇവർക്ക് ഈ വസ്തു അവിടെ നിന്നും ഒരു കാരണവശാലും ഇവരെ ഇറക്കി വിട്ട് അവിടെ എന്തെങ്കിലും ചെയ്യാൻ കഴിയില്ല, അതുകൊണ്ട് അവർക്കതിനെ വിറ്റേക്കാം. ചില ഇടനിലക്കാർ വന്നു. അവരുടെ നേതൃത്വത്തിൽ 87 മുതൽ 91 വരെയുള്ള കാലഘട്ടത്തിൽ 115 ഏക്കർ സ്ഥലം അവിടെയുള്ള സാധാരണക്കാർക്കായി ഈ ഫാറൂഖ് കോളേജ് വിലയ്ക്ക് വിറ്റു, നാട്ടു നടപ്പുള്ളതിൻ്റെ ഇരട്ടി വിലയ്ക്ക്. ആ പണം അവർ കൃത്യമായി ഫാറൂഖ് കോളേജ് കെട്ടിടം പണിയുന്നതിൻ്റെ ആവശ്യത്തിനായി വിനിയോഗിക്കുകയും ചെയ്തു. അതുവരെ ഒരു കുഴപ്പമില്ല. 2008 പ്രിയങ്കനായ നിസാർ കമ്മിറ്റിയെ നിയോഗിക്കുന്നു. ഏതെങ്കിലും തരത്തിലുള്ള വഖഫിൽ അന്യാധീനപ്പെട്ടു പോയ കേരളത്തിലുടനീളം അന്യാധീനപ്പെട്ട വസ്തുക്കളുടെ കണക്കെടുക്കാൻ നിസാർ കമ്മിറ്റിയെ നിയോഗിച്ചെടുത്തെന്നാണ് മുനമ്പത്തിന്റെ വിഷയത്തിന്റെ തുടക്കം. ആ നിസാർ കമ്മിറ്റിയുടെ റിപ്പോർട്ടിൽ ഈ മുനമ്പം പരാമർശമായി വന്നു. അതിന്റെ പുറകിലും പ്രവർത്തിച്ചതൊരു PFI അംഗമാണ്. വഖഫ് സംരക്ഷണ സമിതിയുടെ പേരിൽ നാസർ മനക്കൽ എന്ന് പറയുന്ന ഒരു മുൻ PFI, ഇപ്പൊ എല്ലാം മുൻ PFI ആണല്ലോ, ഇപ്പൊ PFI അല്ല. അപ്പൊ ആ മുൻ PFI കാരനായ നാസർ മനക്കല് പരാതി നൽകുന്നു. ആ പരാതി സ്വീകരിച്ചുകൊണ്ട് ഈ വസ്തു ഇതിനകത്ത് ഉൾപ്പെടുന്നു. കുറച്ചു കാലങ്ങൾ പ്രശ്നമൊന്നും ഇല്ലാതെ പോയി. പിന്നീട് ഇവർ തന്നെ വഖഫ് സംരക്ഷണ സമിതി എന്ന് പറഞ്ഞ് ഇവർ ഈ PFI അംഗങ്ങൾ തന്നെ കേരള ഹൈക്കോടതിയെ സമീപിക്കുന്നു. ഹൈക്കോടതി അത് വഖഫ് ബോർഡിനോട് തീരുമാനമെടുക്കാൻ പറഞ്ഞു. വഖഫ് ബോർഡ് ഒരു 2 അംഗ കമ്മീഷൻ വെച്ച് ഹിയറിംഗ് നടത്തി തീരുമാനമെടുത്ത് 2019 അവരുടെ പേരിൽ കൂട്ടുന്നു. ഇതൊന്നും മുനമ്പം ജനതയെ ആരും 610 കുടുംബങ്ങളും അറിയുന്നില്ല.
അതായിരുന്നു വഖഫ് ആക്ടിലെ ഏറ്റവും വലിയ പ്രത്യേകത. സെക്ഷൻ 40 അനുസരിച്ച് അവർക്ക് പേര് കൂട്ടാൻ ആരോടും ചോദിക്കണ്ട. അങ്ങനെ പേര് കൂട്ടുന്നു. 2021 അവർ കരമടയ്ക്കാൻ ചെന്നപ്പോൾ ഈ വസ്തു നിങ്ങളുടെയല്ല, ഇത് വഖഫ് ബോർഡിൻ്റെതാണെന്ന് പറയുന്നു. അവിടെ മുതൽ അവർ നിയമ പോരാട്ടം ആരംഭിക്കുന്നു. 2024 അവർ പ്രത്യക്ഷ സമരത്തിലേക്ക് വരുന്നു. അതിൻ്റെ ഇടയ്ക്ക് അവിടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയും അവിടെ MLAയും ഇടപെട്ട് ഇവർക്ക് കരമടയ്ക്കാം എന്നൊരു നിലപാട് സ്വീകരിച്ചു. കരത്തിൻ്റെ താഴെ കരം ഞങ്ങൾ സ്വീകരിച്ചോളാം, കരത്തിൻ്റെ താഴെ അൺഓത്തറൈസ്ഡ് പ്രോപ്പർട്ടി എന്ന് എഴുതി. അതുമായിട്ട് എവിടെയെങ്കിലും പോയാൽ വസ്തു വിൽക്കാൻ പറ്റുമോ? എവിടെയെങ്കിലും പോയാൽ അവർ ഒരു രൂപയുടെ ലോൺ കിട്ടുമോ? ഒന്നുമില്ല. അങ്ങനെ ആ വസ്തു വീണ്ടും പ്രതിസന്ധിയിലായി. ആ സമയത്താണ് വഖഫ് ഭേദഗതി നിയമം വരുന്നത്. വഖഫ് ഭേദഗതി നിയമത്തിലേക്ക് വന്നു. ഇവരിൽ വഖഫ് ഭേദഗതി നിയമത്തെ കേന്ദ്രത്തിൽ പോയി വളരെ കൃത്യമായി എതിർത്തിട്ട് വന്ന കോൺഗ്രസ് ഇവിടെ വന്ന് പറയുന്നു മുനമ്പം ജനതയ്ക്ക് നീതി കിട്ടാനുള്ളത് BJP ചെയ്തില്ല. മുനമ്പം ജനതയ്ക്കെന്ന് മാത്രമല്ല, ഇനി ജീവിതത്തിൽ ഇന്ത്യ മഹാരാജ്യത്ത് ഒരു മുനമ്പം ഉണ്ടാകരുത് എന്നുള്ള നിലപാടിൽ തന്നെ കൃത്യമായ നിയമം നിർമ്മിച്ചു BJP. ഇനി ഒരിക്കലും ഇന്ത്യയുടെ മണ്ണിൽ, ഈ ഭാരതത്തിന്റെ മണ്ണിൽ ഒരു മുനമ്പം ഉണ്ടാകില്ല. അതിനുള്ള നിയമം വരെ നിർമ്മിച്ചു കഴിഞ്ഞു. ഇനി മുനമ്പം ജനതയ്ക്ക് എങ്ങനെ റിലീഫ് കിട്ടും? അത് കോൺഗ്രസ്സുകാരാ CPMകാരാ നിങ്ങൾ അതിലോർത്ത് വ്യാകുലപ്പെടേണ്ട. അത് ഞങ്ങളുടെ വാക്കാണ്, ഇന്ത്യയുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വാക്കാണ്. അത് ഞങ്ങൾ നേടി അവരുടെ വീട്ടിൽ കൊണ്ട് കൊടുത്ത് അവരുടെ കരമടച്ചിട്ട് ഞങ്ങൾ അവിടുന്ന് പോകൂ എന്ന് വിനയപൂർവ്വം നിങ്ങളെ അറിയിക്കുകയാണ്. ഇവിടെ ആർട്ടിക്കിൾ 300 രണ്ടാമത്തെ ഭരണഘടനാ ലംഘനമാണ്. ആർട്ടിക്കിൾ 300 അനുസരിച്ച് റൈറ്റ് ടു പ്രോപ്പർട്ടി, ഒരു ഭൂമി അവകാശപ്പെടാനുള്ള ഒരു സാധാരണക്കാരൻ്റെ അവകാശമാണ് ഇന്ത്യൻ ഭരണഘടന 300 പറയുന്നത്. ആ അവകാശം വഖഫ് ഭേദഗതി നിയമത്തിലൂടെ കോൺഗ്രസ് സർക്കാർ എടുത്തു കളഞ്ഞു. 2 ഭരണഘടനാ ലംഘനം. ഇവിടെ മറ്റൊരു വലിയ വിമർശനം വഖഫ് ഭേദഗതി നിയമത്തിനെതിരെ വന്നിട്ടുള്ളത്, വഖഫ് ബോർഡ് കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ അവിടേക്ക് അമുസ്ലിങ്ങളെ നിയമിച്ചിരിക്കുന്നു. അമുസ്ലിങ്ങളുടെ സാന്നിധ്യം, നോൺ മുസ്ലിംസ് ആയിട്ടുള്ള ആളുകളുടെ സാന്നിധ്യം അങ്ങോട്ടേക്ക് കടന്നു വരുന്നു. എന്നിട്ട് അവർ പറയുന്നൊരു ചോദ്യം, ദേവസ്വം ബോർഡിൽ നിങ്ങൾ മുസ്ലിങ്ങളെ സമ്മതിക്കുമോ, അല്ലെ ക്രിസ്ത്യാനിയെ സമ്മതിക്കുമോ? അല്ലെങ്കിൽ പള്ളി കമ്മിറ്റിയിൽ, ക്രിസ്ത്യാനികളുടെ പള്ളി കമ്മിറ്റിയിൽ നിങ്ങളൊരു മുസ്ലിമിനെയോ ഹിന്ദുവിനെയോ സമ്മതിക്കുമോ? പിന്നെ വഖഫ് ബോർഡിൽ മാത്രം എങ്ങനെയാ അമുസ്ലിങ്ങളെ സമ്മതിക്കുന്നത്? അത് ശരിക്കും ന്യൂനപക്ഷ അവകാശങ്ങൾക്ക് നേരെയുള്ള ഭരണഘടനാ ലംഘനമല്ലേ? ആദ്യമേ തന്നെ പറയട്ടെ, ഈ വഖഫ് ബോർഡ് എന്ന് പറയുന്ന ഒരു മതസ്ഥാപനമല്ല. വഖഫ് ബോർഡ് എന്ന് പറയുന്നത് വഖഫ് ചെയ്യപ്പെട്ടിട്ടുള്ള പ്രോപ്പർട്ടികളെ നിയന്ത്രിക്കാനുള്ള സർക്കാർ സ്റ്റാറ്റ്യൂട്ടറി ബോഡിയാണ്. അത് മതത്തിന് തീർച്ചയായിട്ടും കൊടുക്കാനുള്ളതല്ല. 48,000 കേസുകൾ കെട്ടിക്കിടക്കുന്നതിൽ 8,000 കേസുകൾ മുസ്ലിം സമുദായത്തിൻ്റെയാണ്, വഖഫ് ബോർഡുമായിട്ടുള്ള കേസുകൾ. ആ 8,000 പേരും ഇതിലൂടെ രക്ഷപ്പെടുമെന്ന് ഇവിടെ ആരും പറയുന്നില്ല. ബാക്കി 40,000 കേസുകൾ ഇതര സമുദായക്കാരാണ്. ഇവിടുത്തെ ഹൈന്ദവന്റെയും ഇവിടെ സിഖുകാരൻ്റെയും ക്രൈസ്തവന്റെയും ബുദ്ധന്റെയും ഒക്കെയാണ് ബാക്കിയുള്ള 40,000 കേസുകൾ. ആ കേസുകളുമായി അവിടെ ഞാൻ ചെല്ലുമ്പോൾ എൻ്റെ ഭാഗം പറയാൻ, അല്ലെങ്കിൽ എൻ്റെ ഭാഗത്തു നിന്ന് ചിന്തിക്കാനെങ്കിലും എനിക്ക് പറ്റുന്ന 2 പേരോടെ വേണ്ടേ? ഒരു തർക്ക പരിഹാര കോടതിയിലേക്ക് ചെല്ലുമ്പോൾ ഒരു മതഅടിസ്ഥാനത്തിലാണ് ഒരു തർക്ക പരിഹാര കോടതിയിലേക്ക് ഒരു ഭാരത പൗരൻ ചെന്ന് നിൽക്കേണ്ടത്. അവിടെ 2 നോൺ മുസ്ലിം അംഗങ്ങളെ കൂട്ടിയതാണ് ഏറ്റവും വലിയ തെറ്റ്. അത് കൂട്ടാതെ പോകാൻ കഴിയില്ല. ആ കേസുകളുടെ എണ്ണം എടുത്താൽ തന്നെ ഭൂരിപക്ഷം ഇതര മതസ്ഥരാണ്. അങ്ങനെ കേസുകളുടെ എണ്ണം വെച്ച് നോക്കിയാൽ ഭൂരിപക്ഷമായി ആ ബോർഡിൽ ഭൂരിപക്ഷമായി ഇതര മതസ്ഥരെ ഉൾപ്പെടുത്തണം. അതല്ല ചെയ്തത്. പക്ഷേ ഇപ്പം മുനമ്പം ജനത ട്രിബ്യൂണലിൽ ചെല്ലും, അല്ല വഖഫ് ബോർഡ് ചെല്ലുന്നു, അവിടെ അവർക്ക് വേണ്ടി പറയാൻ ആരുമില്ല. മുനമ്പത്തെ 400ഓളം ലത്തീൻ സമുദായക്കാര്, ബാക്കി ഒരു 200, 10, 100, 150 ഈഴവ സമുദായത്തിൽപ്പെടുന്നവർ, ബാക്കി ധീവര സമുദായത്തിൽപ്പെടുന്നവർ, കുടുംബി സമുദായത്തിൽപ്പെടുന്നവർ, അവിടെ മുസ്ലിം സമുദായത്തിൽപ്പെടുന്നവരില്ല. എനിക്ക് വലിയൊരു ആഗ്രഹം, ഒരു 5 പേരെങ്കിലും അവിടെ ഇസ്ലാം സമൂഹത്തിൽപ്പെടുന്ന ആളുകൾ ഉണ്ടായിരുന്നെങ്കിൽ അവരെങ്കിലും നമ്മളെ തെറ്റിദ്ധരിക്കാതിരിക്കുമായിരുന്നു. ഇത് എന്തിനു വേണ്ടിയാണ് നിയമം നിർമ്മിക്കുന്നതെന്ന് അവരെങ്കിലും പുറത്തിറങ്ങി പറയുമായിരുന്നു. കർണാടകയിൽ മാത്രം ഞാൻ ഒരു കാര്യം പറയട്ടെ, ഈ വഖഫ് ഭേദഗതി നിയമം ആവശ്യമാണ് എന്ന് ആദ്യം പറഞ്ഞത് ആരാന്നറിയോ? 2006
മൻമോഹൻ സിംഗ് നിയമിച്ച സച്ചാർ കമ്മിറ്റിയാണ് ഇതിന്റെ ഭേദഗതി അല്ലെങ്കിൽ വഖഫ് ബോർഡിന് നിയന്ത്രണങ്ങൾ ആവശ്യമാണെന്ന് ആദ്യം റിപ്പോർട്ട് എഴുതിയത് കോൺഗ്രസ് സർക്കാർ നിയമിച്ച സച്ചാർ കമ്മിറ്റിയാണ്. സച്ചാർ കമ്മിറ്റി വളരെ കൃത്യമായി പറയുന്നു, കോടാനുകോടിയുടെ തിരിമറിയാണ് വഖഫ് ബോർഡിൽ നടക്കുന്നത്. വഖഫ് സ്വത്തുക്കൾ അന്യാധീനപ്പെട്ടു പോകുന്നു. ഞാൻ ഒറ്റ ഉദാഹരണം മാത്രം പറയാം. കർണാടകയിൽ മാത്രം ഈ കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ 22,000 ഏക്കർ വസ്തുവാണ് വഖഫിന് അവകാശപ്പെട്ട 22,000 ഏക്കർ വസ്തു വിൽപ്പന നടത്തി. വഖഫിന് അവകാശപ്പെട്ട ബാംഗ്ലൂർ സിറ്റിയിൽ വഖഫിന് അവകാശപ്പെട്ട സ്ഥലത്ത് ഷോപ്പിംഗ് മാളുകൾക്കായി വസ്തു വിൽപ്പന നടത്തി. നമ്മൾ ഇപ്പോഴും മനസ്സിലാക്കേണ്ടത്, ഇന്ത്യ മഹാരാജ്യത്ത് 31% മുസ്ലിം സഹോദരങ്ങൾ ഇപ്പോഴും ബിലോ പ്രോവർട്ടി ലൈനിൽ ജീവിക്കുന്നു. റിപ്പോർട്ടാണ്, സച്ചാർ കമ്മിറ്റി റിപ്പോർട്ട്. 31% മുസ്ലിം സഹോദരങ്ങൾ ബിലോ പ്രോവർട്ടി ലൈനിൽ ജീവിക്കുന്നുണ്ടെങ്കിൽ അവർക്ക് വേണ്ടി, അവരുടെ ഉന്നമനത്തിന് വേണ്ടി വഖഫ് ചെയ്തു കൊടുത്ത പ്രോപ്പർട്ടി ചില സ്വകാര്യ വ്യക്തികൾ കൈവശം വെച്ച് പോക്കറ്റിലിട്ട് അവരുടെ സൗകര്യത്തിന് ഉപയോഗിച്ചു പോകുന്നു. ഇതാർക്ക് അവകാശപ്പെട്ടതാണ്? പാവപ്പെട്ട മുസ്ലിം സഹോദരങ്ങൾക്കും സ്ത്രീകൾക്കും കുട്ടികൾക്കും അവരുടെ വിദ്യാഭ്യാസത്തിന് വേണ്ടി ഉപയോഗിച്ചിരിക്കുന്നു. 2 ലക്ഷം കോടി രൂപയുടെ സ്വത്താണ് കർണാടകയിൽ മാത്രം വഖഫ് സ്വത്ത് അപഹരിക്കപ്പെട്ടത്. നിയന്ത്രിക്കാൻ ആളില്ല. ഇതിൽ നിന്നും എടുത്തുകൊണ്ടുപോകുന്ന പണം, ഈ വഖഫിനെ കൊള്ള ചെയ്ത് വഖഫ് ബോർഡിൽ തിരിമറി നടത്തിക്കൊണ്ട് പോകുന്ന പണം മറ്റ് രാജ്യവിരുദ്ധ പ്രവർത്തനങ്ങൾക്ക് പോലും ഉപയോഗിക്കപ്പെടുന്നുണ്ടോ എന്ന് സംശയിക്കേണ്ട സാഹചര്യമുണ്ടോ എന്ന് റിപ്പോർട്ടുകളുണ്ട്. അപ്പൊ അതിനെ നിയന്ത്രിക്കുക, ഭരണഘടനാപരമായി സാധാരണക്കാരന് ഏതു പൗരന്റെയും നെഞ്ചത്തോട്ട് കയറാനുള്ള ഈ നിയമത്തെ ഇല്ലാതാക്കുക എന്നുള്ളത് രാജ്യത്തെ സ്നേഹിക്കുന്ന ഒരു ഭരണകൂടത്തിന്റെ ഉത്തരവാദിത്വമായിരുന്ന ആ കടമയാണ് നരേന്ദ്രമോദി സർക്കാർ നിർവഹിച്ചത്. കഴിഞ്ഞ കാലങ്ങളിൽ 80%, ഞാൻ എടുത്തു പറയട്ടെ, 12 ലക്ഷം കോടി രൂപയുടെ സ്വത്ത് ഇന്ത്യയിൽ വഖഫിനുണ്ട് എന്നാണ് കണക്കാക്കപ്പെടുന്നത്. ഇത് 2024 വഖഫ് ഭേദഗതി ബില്ലിന്റെ ഡ്രാഫ്റ്റ് അവതരിപ്പിച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട മന്ത്രി, ന്യൂനപക്ഷ വകുപ്പ് മന്ത്രി കിരൺ റിജിജുവിന്റെ ഒരു പ്രസംഗം നിങ്ങളൊന്ന് കേൾക്കണം. അതിൽ അദ്ദേഹം പരാമർശിക്കുന്ന ഒരു കാര്യമുണ്ട്. 2024 23-24 സാമ്പത്തിക വർഷം മാത്രം 12 ലക്ഷം കോടി രൂപ ആസ്തിയുള്ള വഖഫ് ബോർഡിൽ നിന്നും വരുമാനം വരേണ്ടിയിരുന്നത് 12,000 കോടി രൂപയാണ്. ആ പണമാണ് മുസ്ലിം സമുദായത്തിലെ പാവപ്പെട്ടവരുടെ ഉന്നമനത്തിനും വിദ്യാഭ്യാസ ആവശ്യങ്ങൾക്കും വേണ്ടി മുടക്കേണ്ട പണം. 2023-24 മാത്രം അവിടെ പണം കിട്ടിയത് 91 കോടി രൂപ, വെറും 91 കോടി രൂപ. ബാക്കി പണം അവിടെ പോയി. വഖഫ് ബോർഡിന്റെ 2023-24 വരുമാനം എന്ന് പറയുന്നത് വെറും 91 കോടി രൂപയാണ്. കണക്കാണ്, മന്ത്രി ലോക്സഭയിൽ അവതരിപ്പിച്ച കണക്കാണ്. ബാക്കി പണം അവിടെ പോയി. 12,000 കോടി രൂപ വരണം സച്ചാർ കമ്മിറ്റി റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ. എന്നിട്ട് 2023 വന്നത് 91 കോടി രൂപ. കുറെ കാലമായി സമുദായത്തിന്റെ പേര് പറഞ്ഞ് ഇവിടുത്തെ പാവപ്പെട്ട ഇസ്ലാം സഹോദരങ്ങൾക്ക് അവകാശപ്പെട്ട പണം ഇവിടുത്തെ കുറെ സംഘടനകളും കുറെ മേലാളന്മാരും കയറി കൊള്ളയടിക്കുന്നത് നിർത്തലാക്കിയ സർക്കാരാണ് നരേന്ദ്രമോദിയുടെ എന്ന് ഉറച്ചു പറയാൻ ഇവിടുത്തെ ഇസ്ലാം സഹോദരങ്ങൾ തയ്യാറാകണം. ഇനിയെങ്കിലും ഇത് നിങ്ങൾക്ക് വേണ്ടി നടത്തുന്ന പോരാട്ടമാണ്. മുത്തലാഖിന്റെ കാര്യം പറഞ്ഞു. ഇപ്പോ ഇസ്ലാം സമൂഹത്തിനു വേണ്ടി BJP സർക്കാർ കൊണ്ടുവന്ന രണ്ടാമത്തെ തീരുമാനം വഖഫ് ആക്ട്. വഖഫ് ആക്ട് നടപ്പിലാക്കിയത് ഈ രാജ്യത്തെ നല്ലവരായ ഇസ്ലാം സഹോദരങ്ങൾക്ക് വേണ്ടിയാണെന്ന് ഇനിയെങ്കിലും ആ സമൂഹം തിരിച്ചറിയണം. ഇനി അക്കൗണ്ടബിലിറ്റി ഉണ്ട്, സ്വത്തിന് കൃത്യമായ രേഖകളുണ്ട്. കാരണം അത് കൈകാര്യം ചെയ്യുന്നത് ഏതൊരു സാധാരണക്കാരനെയും വസ്തു പോലെ അത് കൈകാര്യം ചെയ്യുന്നത് ജില്ലാ കളക്ടറാണ്. അവരതിനെ ഏറ്റവും എതിർക്കുന്നത് എനിക്ക് മനസ്സിലായില്ല. ഒരു സാധാരണക്കാരന് ഏറ്റവും ആദ്യം ഒരു ജില്ലയുടെ റവന്യൂ ഓഫീസർ ജില്ലാ കളക്ടർ, ആ ജില്ലാ കളക്ടറെല്ലാം BJP-കാരാണോ? അവർ IAS-കാരല്ലേ? ഇന്ത്യൻ അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ് പരീക്ഷ എഴുതി പാസ്സായി വന്നിരിക്കുന്ന ഉദ്യോഗസ്ഥരല്ലേ? ഇവിടെ ഇരിക്കുന്ന എന്റെ മുമ്പിലിരിക്കുന്നത് നിങ്ങൾ ഓരോരുത്തരും ഒരു റവന്യൂ അവകാശമുണ്ടെങ്കിൽ നമ്മൾ ആദ്യം സമീപിക്കേണ്ട ജില്ലാ ഭരണകൂടത്തെയും റവന്യൂ ഡിപ്പാർട്ട്മെന്റിനെയാണ്. ആ റവന്യൂ ഡിപ്പാർട്ട്മെന്റ് ജില്ലയിലെ ഏറ്റവും വലിയ അധികാരിയായ കളക്ടർക്ക് ഈ ആക്ട് വഴി
റവന്യൂ അവകാശങ്ങൾ നൽകിയത് വലിയ തെറ്റായിപ്പോയി. നരേന്ദ്രമോദി ചെയ്ത വലിയ തെറ്റാണ്. റവന്യൂ അവകാശങ്ങൾ കളക്ടർക്ക് കൊടുത്തു. അപ്പോൾ ആ കളക്ടർ കൊടുത്ത അവകാശങ്ങളെ പോലും ഇവർ ചോദ്യം ചെയ്യുന്നു. ഇവിടെ ഇതിനുശേഷം നമ്മൾ ചർച്ച ചെയ്യുന്ന ഒരു വിഷയമാണ് ഏകീകൃത സിവിൽ കോഡ്. നരേന്ദ്രമോദി സർക്കാർ എന്തൊക്കെ പറഞ്ഞിട്ടുണ്ടോ അതെല്ലാം കൊണ്ടുവന്ന ചരിത്രം നമുക്കറിയാം. ഇനി നമ്മുടെ രാജ്യം നടന്നു നീങ്ങാൻ പോകുന്ന ഈ രാജ്യത്തെ എല്ലാ പൗരന്മാർക്കും തുല്യത, അല്ലെങ്കിൽ ഭരണഘടനാപരമായി എല്ലാവർക്കും തുല്യത എന്ന അവകാശങ്ങൾക്ക് വേണ്ടിയുള്ള ഏറ്റവും വലിയ പോരാട്ടമാണ് ഏകീകൃത സിവിൽ കോഡ്, യൂണിഫോം സിവിൽ കോഡ്. ആ യൂണിഫോം സിവിൽ കോഡിനെ ഇവർ എതിർക്കുന്നു. എന്തിനാണ് എതിർക്കുന്നത്? എനിക്ക് മനസ്സിലായില്ല. ഞാൻ മുമ്പേ സൂചിപ്പിച്ച പോലെ അവരുടെ വീട്ടിലെ അമ്മയ്ക്കും പെങ്ങൾക്കും ഭാര്യയ്ക്കും കുഞ്ഞിനും തുല്യ അവകാശം നൽകുന്ന ഒരു നിയമനിർമ്മാണത്തിനെ അവർ എതിർക്കുന്നു. എന്താ പ്രശ്നം? ഉള്ളിൽ കിടക്കുന്നത് ശരീഅത്ത് നിയമമാണ്, ഈ രാജ്യത്തിന്റെ നിയമങ്ങളല്ല. ഞാനൊരു കാര്യം പറയാം, ഞാനൊരു ക്രൈസ്തവനാണ്. പത്ത് പ്രമാണങ്ങളിൽ 6-ാം പ്രമാണം ഞങ്ങൾക്ക് നിക്ഷിപ്തമാണ്. അത് പറയുന്നില്ല. പക്ഷേ നിലവിലുള്ള ഇന്ത്യയുടെ നിയമപ്രകാരം അത് കുറ്റകരമല്ല എന്ന് വെച്ചുകൊണ്ട് ഞാൻ ഇന്ത്യൻ പാർലമെന്റിലേക്ക് സമരം നടത്തുന്നുണ്ട്. ഒരു രാജ്യത്ത് ജീവിക്കുമ്പോൾ ആ രാജ്യത്തിന്റെ നിയമങ്ങളെ അനുസരിക്കുക എന്നുള്ളത് ഭാരതത്തിന്റെ പൗരൻ എന്ന നിലയിൽ, ഇന്ത്യയുടെ പൗരൻ എന്ന നിലയിൽ എന്റെ കടമയാണ്. രാജ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന സമൂഹമാണ് ക്രൈസ്തവ സമൂഹം. എല്ലാ ദിവസവും എല്ലാ ഞായറാഴ്ചയും പള്ളിയിൽ കൃത്യമായി പ്രാർത്ഥിക്കുമ്പോൾ രാജ്യത്തിന്റെ ഭരണകർത്താക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാറുണ്ട്. അതൊരു സമൂഹത്ത്, ഒരു രാജ്യത്ത് ജീവിക്കുമ്പോൾ ആ സമൂഹത്തിന്റെ കടമയാണ്. അപ്പൊ ഈ രാജ്യത്ത് ഭരണഘടനയ്ക്ക് വിരുദ്ധമായി തുല്യത നൽകുവാൻ എനിക്ക് ഏറ്റവും അധികം ഇന്ന് സംസാരിക്കുവാനുള്ളത് ഇസ്ലാം സ്ത്രീകളോടാണ്. നിങ്ങൾക്ക് വേണ്ടി നരേന്ദ്രമോദി സർക്കാർ നടപ്പിലാക്കിയ മുത്തലാഖ് നിരോധനവും, നിങ്ങൾക്ക് വേണ്ടി നടപ്പിലാക്കിയ വഖഫ് ഭേദഗതി നിയമവും, നിങ്ങൾക്ക് വേണ്ടി നടപ്പിലാക്കാൻ പോകുന്ന ഏകീകൃത സിവിൽ കോഡും ഈ രാജ്യത്ത് നിങ്ങൾക്ക് തുല്യത നൽകുവാൻ വേണ്ടിയുള്ള നരേന്ദ്രമോദിയുടെ പോരാട്ടമാണ്. ആ പോരാട്ടത്തിൽ നിങ്ങൾ കൂടെ നിൽക്കണം. ഇത് നിങ്ങൾക്ക് വേണ്ടിയാണ് ഞങ്ങൾ ഈ ചീത്തവിളി കേൾക്കുന്നത്. നിങ്ങൾക്ക് വേണ്ടിയാണ് നരേന്ദ്രമോദിയുടെ പോരാട്ടം. അതിൽ മുമ്പോട്ട് കടന്നു വരേണ്ടത് ഇസ്ലാം സ്ത്രീകളാണ്. അവരെ സ്നേഹിക്കുന്നെങ്കിൽ ഇസ്ലാം സഹോദരങ്ങൾ, അവരെ തുല്യമായി കാണുന്നെങ്കിൽ, നിങ്ങളുടെ മകളെ, നിങ്ങളുടെ ഭാര്യയെ, നിങ്ങളുടെ അമ്മയെ തുല്യമായി ഈ സമൂഹത്തിൽ കാണാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഇതിനെ അനുകൂലിച്ചുകൊണ്ട് ഇസ്ലാം സമൂഹം രംഗത്തിറങ്ങേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു.